ഇതുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിൻ്റെ ഒരു ഡെലിഗേഷൻ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുമായി സംവദിക്കാൻ വേണ്ടി പാർലമെൻറ്റ് ഹൗസിൽ പോയിരുന്നു. അക്കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. കുറച്ച് ചർച്ചകൾക്ക് ശേഷം ഞാനും കൂടി ആ കൂട്ടത്തിൽ ഉള്ളത് കൊണ്ടായിരിക്കാം ആ കൂട്ടത്തിലുള്ള ആ പാർലമെൻറ്റ് കമ്മിറ്റി അംഗങ്ങളിൽ ഒരാൾ പറഞ്ഞു, ഞങ്ങളിത് ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ എതിരിലൊന്നും ചെയ്യാനല്ല, ബട്ട് വി വാണ്ട് ടു മോഡേണൈസ് ഇറ്റ്. ഞങ്ങൾ വഖഫ് ബോർഡിനെ മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഈ മോഡേണൈസ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഒരു പ്രശ്നമല്ലേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? ഞങ്ങൾക്കല്ല, പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സനാതന ധർമ്മത്തെക്കുറിച്ചും ഇന്ത്യയുടെ ട്രഡീഷനെ കുറിച്ചും കൾച്ചറിനെ കുറിച്ചും മാത്രം സംസാരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മോഡേണൈസേഷൻ ഒരു പ്രശ്നമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ 40 വർഷം അത് പൂർത്തീകരിക്കപ്പെടുന്ന ഈ ഒരു വർഷത്തിൽ നിലവിലെ ഈ മീഖാത്തിലെ സാരഥികളായ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വം ശ്ലാഘനീയമായ വളരെ ഇന്നവേറ്റീവായിട്ടുള്ള വിവിധങ്ങളായ പരിപാടികൾ ഈ ഒരു വർഷക്കാലം അവർ നടത്തുകയുണ്ടായി. ഒരുപക്ഷെ അതിൻ്റെ ഒരു പരിസമാപ്തി എന്നോണം ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദക്ഷിണ കേരള സമ്മേളനവും കാണുമ്പോൾ എനിക്ക് 2 കാരണങ്ങളാൽ വലിയ ചാരിതാർത്ഥ്യവും സന്തോഷവും ഉണ്ട്. ഒന്നാമതായി, ഈ ഒരു ജൈത്രയാത്ര ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥിനി യുവതികളുടെ കൂട്ടത്തിൻ്റെ യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഈ കാഫിലയുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു പ്രവർത്തക എന്ന നിലയിൽ, രണ്ടാമതായി ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിൻ്റെ ദേശീയ സെക്രട്ടറി എന്ന നിലയിൽ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ചാർജ് കൂടി അഖിലേന്ത്യാ തലത്തിൽ ഇപ്പോഴും എനിക്കുണ്ട് എന്നതുകൊണ്ടും അൽഹംദുലില്ലാഹ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് GIOയുടെ പല സംസ്ഥാനങ്ങളിലുമുള്ള പലതരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം GIO കേരള ഈ ഒരു വർഷക്കാലമായി സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ പരിപാടികൾ തികച്ചും വളരെ വ്യത്യസ്തമായ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള, കേവലം കാട്ടിക്കൂട്ടുകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് നല്ല കരുത്തുറ്റ നേതാക്കളെ വാർത്തെടുക്കാൻ കഴിയുന്ന കരുത്തുള്ള കാമ്പുള്ള ഒരു കേഡർ, ഒരു കൂട്ടത്തെ ഇതിനോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പരിപാടികളുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയത്. തീർച്ചയായും വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് രാവിലെ പുലർച്ചെ ബാംഗ്ലൂരിൽ നിന്നും ഈ സമ്മേളനത്തിന് വേണ്ടി പങ്കെടുക്കുവാൻ വേണ്ടി വരുന്ന എൻ്റെ യാത്രക്കിടയിൽ എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ ഇരുന്ന യുവതിയുമായി പരിചയപ്പെടാൻ എനിക്ക് അവസരം ലഭിച്ചു. ഞാൻ ആദ്യം അവരെ കണ്ടപ്പോൾ എവിടെയോ കണ്ടു മറന്നൊരു മുഖം പോലെ തോന്നിയതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളെ എവിടെയോ കണ്ടതുപോലെയുണ്ട്, നിങ്ങൾ എവിടുന്നാണ് എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞങ്ങളുടെ സംസാരം ആരംഭിക്കുന്നത്. ആ യുവതി പറഞ്ഞു, ഞാൻ ഇസ്രായേലിൽ നിന്നാണ്, ഞാൻ ഇന്ത്യയിൽ ടൂറിന് വന്നതാണ്. ഇന്ന് അപ്പോൾ ഞാൻ അങ്ങനെ സംസാരത്തിനിടയ്ക്ക് ഞാൻ അവരോട് ചോദിച്ചു, ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന്. അവർ ആദ്യമേ തന്നെ ഒറ്റ വാചകത്തിൽ പറഞ്ഞത് വി വാണ്ട് പീസ് എന്നാണ്. ഞങ്ങൾക്ക് ആവശ്യം പീസാണ്. ഇന്ന് ഞങ്ങളുടെ ഗവൺമെന്റ് ഭരണകൂടം 18 വയസ്സായ ഞങ്ങളോട് മിലിറ്ററിയിൽ ചേർന്നുകൊണ്ട് ഫലസ്തീനിലുള്ളവരെ കൊന്നൊടുക്കാൻ വേണ്ടി ഞങ്ങളെ നിർബന്ധിക്കുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വേൾഡ് ടൂറിന് വേണ്ടിയും അതുപോലെ പല രാജ്യങ്ങളിലേക്കും ഞങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത്. അവർ ഒരു കാര്യം കൂടി പറഞ്ഞു, ലോക മുസ്ലിങ്ങൾ വിചാരിച്ചാൽ ഫലസ്തീനികളെ രക്ഷപ്പെടുത്താൻ കഴിയുമല്ലോ എന്ന്. അത് എൻ്റെ ചങ്കിനേറ്റ ഒരു കുത്തായി എനിക്ക് തോന്നിയെങ്കിലും ആ പെൺകുട്ടിയുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, രാഷ്ട്രീയ ബോധമോ മതബോധമോ സാമൂഹ്യ ബോധമോ ഒന്നും തന്നെ അവർക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം
ജീവിതം ആസ്വദിക്കണം, എൻജോയ് ചെയ്യണം, ഇതിൽ നിന്നൊക്കെ ഒന്ന് അകന്ന് മാറി എങ്ങോട്ടോ പോകണം, രക്ഷപ്പെടണം എന്നല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്ക് ബാധിച്ചിട്ടില്ല, ഉള്ളിലേക്ക് അവർ എടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ഇവിടെ ചങ്കൂറ്റത്തോടുകൂടി ധൈര്യത്തോടുകൂടി പറയുവാൻ കഴിയും, ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ യുവതികളുടെ കൂട്ടത്തെ പോലെ ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള, ഇത്രയും ഫോക്കസ്ഡ് ആയിട്ടുള്ള, ഇത്രയും മൂല്യബോധമുള്ള, ഇത്രയും സാംസ്കാരിക ബോധമുള്ള, ഇത്രയും സിവിക് സെൻസ് ഉള്ള, ഇത്രയും സാമൂഹ്യ ബോധമുള്ള ഒരു പെൺകൂട്ടത്തെ നിങ്ങൾക്ക് കാണുവാൻ സാധ്യമല്ല എന്ന്. ഇത് ഞാൻ പറയുന്നതല്ല. രാജ്യത്തിന്റെ വിവിധ ഭാഗത്ത് പലരുമായി സംവദിക്കുമ്പോൾ അവർ നമ്മോട് പങ്കുവെക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. ഈ വേദിയിൽ നിന്നുകൊണ്ട് 40 വർഷത്തെ യാത്രയെക്കുറിച്ച് സംസാരിക്കണമെന്നാണ് GIOയുടെ സാരഥികൾ എന്നോട് പറഞ്ഞത്. ചരിത്രം നമ്മൾ പഠിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ ചരിത്ര പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ചരിത്രം പഠിക്കുന്നത് ഒരു ലക്ഷ്യത്തോടു കൂടിയാകുമ്പോൾ അതിൽ നിന്നും നമുക്ക് പലതും ഉരുത്തിരിഞ്ഞു വരും, നമുക്ക് പലതും മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ വിശദമായ ഒരു 40 വർഷത്തെ ചരിത്രം നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. ചില ഹൈലൈറ്റ്സ് മാത്രം സ്പർശിച്ചു പോകാനേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിനികളോട്, സഹോദരിമാരോട്, എൻ്റെ മക്കളോട്, പേരക്കുട്ടികളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഉമ്മമാരോട്, വനിതാ വിഭാഗത്തിൻ്റെ പ്രവർത്തകരോട്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരായ മുതിർന്ന തലമുറയോട് നിങ്ങൾ അടുത്തിരുന്നു കൊണ്ട് അവരോട് സംസാരിക്കേണ്ടതുണ്ട്, അവരോട് ചോദിക്കേണ്ടതുണ്ട്, എങ്ങനെയാണ് ഈ ഒരു പ്രസ്ഥാനം ഈ രീതിയിൽ ഇവിടെ കെട്ടിപ്പടുത്തത് എന്ന്. 1980കളിൽ 85-ലോ 86-ലോ ഒക്കെ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനിയിൽ ഇത്രയേറെ ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, ആയിരക്കണക്കിന് യുവതികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുക എന്നത് ഞങ്ങളുടെയൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, ഞങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. കിലോമീറ്ററുകൾ നടക്കുമ്പോഴാണ്, കിലോമീറ്ററുകൾ താണ്ടി ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് ചിലപ്പോൾ 3, 4, 5, 6, 10 പെൺകുട്ടികളെ കണ്ടിരുന്നത്. ക്യാമ്പസുകളിൽ GIOയെ പ്രതിനിധീകരിച്ച്, SIOയെ പ്രതിനിധീകരിച്ച് ഇലക്ഷനിൽ നിൽക്കുവാൻ വേണ്ടി ആളുകളെ മാനസികമായി തയ്യാറാക്കേണ്ടതുണ്ടായിരുന്നു. തോൽക്കാൻ വേണ്ടി നിൽക്കാനാണ് ചങ്കൂറ്റം വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ തയ്യാറാക്കേണ്ടുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അന്നും വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം ഇന്ന് വെല്ലുവിളികൾ ഇല്ല എന്നല്ല. എല്ലാ കാലത്തും വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ചലിക്കുന്ന ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്രൂദുമാരും ഫറോവമാരും എക്കാലത്തും ഇതിനെ ഒരു വിലങ്ങുതടിയായി കണ്ടുകൊണ്ട് ഇതിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി അവരുടെ എല്ലാ ഗൂഢതന്ത്രങ്ങളും പുറത്തെടുക്കും എന്നതിനാൽ വെല്ലുവിളികൾ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട് എന്ന് നമുക്കറിയാം. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, 1985-ലാണ് ഷാബാനു കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും അതിൻ്റെ കോലാഹലങ്ങളും ശരീഅത്ത് വിവാദവും ഒക്കെ നടക്കുന്നത്. ഏറ്റവും അവസാനം മാത്രം ചെയ്യുന്നൊരു പണിയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റേജ് പ്രസംഗം എന്ന് പറയുന്നത്. പക്ഷെ ഈ ശരീഅത്ത് വിവാദം കൊണ്ടുണ്ടായ ഒരു നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഇസ്ലാമിനെ ആഴത്തിൽ പഠിച്ച് അത് ഏത് സദസ്സിലും അവതരിപ്പിക്കാൻ കഴിയുന്ന പെൺകുട്ടികൾ, വനിതകൾ GIOയിലൂടെ വളർന്നു വന്നു എന്നതാണ്. ഇത് GIOയുടെ രൂപീകരണത്തിന്റെ ആദ്യമേക്കാത്തിൽ തന്നെ സംഭവിച്ചൊരു കാര്യമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ കാലത്തെ അൽക്കാമീർ ആയിരുന്ന KC അബ്ദുള്ള മൗലവി, മർഹൂം കൊണ്ടോട്ടി അബ്ദുറഹ്മാൻ സാഹിബ് തുടങ്ങിയ മഹാരഥന്മാർ ഞങ്ങൾക്ക് നൽകിയ പിന്തുണ, ഞങ്ങൾക്ക് നൽകിയ പ്രോത്സാഹനം, അങ്ങനെ അവർ ഞങ്ങളാക്കി മാറ്റുകയായിരുന്നു. GIOയുടെ നേട്ടം എന്താണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, GIO എന്നെ ഞാനാക്കി എന്ന്. ആ GIO ആണ് അതുപോലെ പലരെയും അവരാക്കി മാറ്റിയിട്ടുള്ളത്. ഇന്ന് ഈ പ്രസ്ഥാനത്തിന് രാജ്യത്ത് പല ഭാഗത്തും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പലരെയും വാർത്തെടുത്തു, നേതൃപരമായ കഴിവുകൾ അവരിൽ ഉണ്ടാക്കിയെടുത്തു എന്ന് തന്നെയാണ് ഈ പ്രസ്ഥാനം നിർവഹിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു ദൗത്യം എന്ന്
നമുക്ക് പറയുവാൻ സാധിക്കും. GIO രൂപീകരിച്ച കാലത്തെ പശ്ചാത്തലം ഇവിടെ ഹൽക്ക അമീർ മുജീബ് റഹ്മാൻ സാഹിബ് സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഇന്ന് പട്ടണമർത്തിയാൽ, ഇന്നിപ്പോൾ ഇവിടെ നാം ഓരോരുത്തരും പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വന്തം വീടിനകത്ത് ഇരുന്നു കൊണ്ട് ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരും ഈ പ്രസ്ഥാനത്തെ വിമർശിക്കുന്നവരും ഈ പ്രസ്ഥാനത്തിനെതിരെ നിൽക്കുന്നവരും അനുകൂലിക്കുന്നവരും ഒരുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനൊന്നും അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് എത്രത്തോളം മുസ്ലിം സ്ത്രീയെ തമസ്കരിക്കാൻ പറ്റുമോ, പോസിറ്റീവായിട്ടുള്ള മുസ്ലിം സ്ത്രീയുടെ എൻഗേജ്മെന്റുകളെ എത്രത്തോളം നിരുത്സാഹപ്പെടുത്താൻ കഴിയുമോ, തമസ്കരിക്കാൻ കഴിയുമോ അത്രയും തമസ്കരിക്കുന്ന ഒരു വിസിബിലിറ്റിയും മാധ്യമങ്ങളിൽ നമുക്കറിയാം. അന്ന് പത്രങ്ങളായിരുന്നു കൂടുതലായിട്ടും. നമ്മുടെ ഒരു പ്രോഗ്രാം, ഗംഭീരമായൊരു പ്രോഗ്രാം ആയിക്കോട്ടെ, അതിൻ്റെ വാർത്ത കൊടുത്ത് അതൊന്ന് പ്രസിദ്ധീകരിച്ച് കിട്ടുവാൻ പോലും വലിയ പ്രയാസങ്ങൾ നാം അനുഭവിച്ചിരുന്നു. എന്നാൽ ഇന്ന് നമുക്കറിയാം, സോഷ്യൽ മീഡിയയും നവമാധ്യമങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അന്ന് ഈ രീതിയിൽ കിലോമീറ്ററുകൾ താണ്ടി എല്ലാവിധ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് ഗ്രാമാന്തരങ്ങളിൽ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും കണ്ടെത്തി GIOയുടെ യൂണിറ്റുകൾ ഇടുന്ന ആ പണിയിൽ ഏർപ്പെട്ടിരുന്ന വനിതകൾ സംബന്ധിച്ചിടത്തോളം, GIOയ്ക്ക് വേണ്ടി പണിയെടുത്തവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു, അവർ അകത്തും പുറത്തും സംഘർഷപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഒരുപാട് വെല്ലുവിളികളെ സമുദായത്തിനകത്തു നിന്നും പുറത്തു നിന്നും നേരിട്ടുകൊണ്ട് തന്നെയാണ് അവരിത് സാധിച്ചെടുത്തത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ GIO രൂപീകരിക്കുന്ന കാലത്ത്, അന്ന് മാത്രമല്ല 40 വർഷം പിന്നിട്ട് ഇന്നും ഈ രീതിയിലുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള ഒരു സംഘം, ഈ രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഒരു സംഘം നമ്മളെ ഉള്ളൂ എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. മൈതാനം കാലിയാണ്, നമ്മൾ കളിച്ചേ മതിയാകൂ. നാം കളിച്ചില്ലെങ്കിൽ അവിടെ കളിക്കുന്നത് ഇസ്ലാമിൻ്റെ ശത്രുക്കളായിരിക്കും, അത് തലമുറകളുടെ നാശത്തിലായിരിക്കും എത്തിപ്പെടുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ കോളേജിൽ ഞാൻ ഒരാൾ മാത്രമായിരുന്നു തലമറച്ചിരുന്നത്, തട്ടമിട്ടിരുന്നത്. മുസ്ലിം പെണ്ണായി ഞങ്ങളുടെ ബാച്ചിൽ ഞാൻ ഒരു പെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ഹിജാബ് നോർമലൈസ് ചെയ്യപ്പെടാനും ഒരുപാട് പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം, നേരത്തെ ഹൽക്ക അമീർ അത് സൂചിപ്പിച്ചു, ഇത് GIOയുടെ കൂടി നേട്ടമാണ് എന്ന് നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, വിവിധ സംസ്ഥാനങ്ങളിലുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാഷണൽ ഫെഡറേഷൻ ഓഫ് GIO എന്ന ഒരു വേദി കൂടി നമ്മൾ രൂപീകരിക്കുകയുണ്ടായി. അൽഹംദുലില്ലാ, അതിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതും GIO കേരളയിൽ നിന്നുള്ള ഒരു പ്രതിനിധിയായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. GIO എന്താണ് GIOയുടെ വ്യതിരിക്തത എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് GIOയുടെ ലോഗോ ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. GIOയുടെ ലോഗോ ഹോമോജിനൈസ് ചെയ്യുവാൻ വേണ്ടി നാം നടത്തിയ ശ്രമത്തിൽ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ആ പതാകയിലുള്ള ലോഗോ നമ്മൾ രൂപീകരിച്ചെടുത്തിട്ടുള്ളത്. അതിൽ G അഥവാ ഗേൾസ് എന്ന ആ Gയുടെ ഉള്ളിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. അത് പ്രതിനിധാനം ചെയ്യുന്നത് സ്ത്രീയുടെ, പെണ്ണിൻ്റെ ഏറ്റവും വലിയ കരുത്തായ മാതൃത്വം എന്ന് പറയുന്ന ആ കരുത്തിനെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. പലപ്പോഴും സ്ത്രീക്ക് അത് വേണം, ഇത് വേണം, ആ ശക്തി വേണം, ഈ കഴിവ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംവാദങ്ങളും കോലാഹലങ്ങളും നാം കേൾക്കാറുണ്ട്. എന്നാൽ ഇസ്ലാം സ്ത്രീയെ ആദരിച്ചുകൊണ്ട് ഓരോ മനുഷ്യന്റെയും ആ മാതാവിൻ്റെ കാൽക്കീഴിലാണ് സ്വർഗം എന്ന് പറഞ്ഞുകൊണ്ട് ആ മാതൃത്വം എന്ന് പറയുന്ന മഹനീയ പദവി, ആ ശക്തിയെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ആദരിച്ചതും. അത് തന്നെയാണ് സ്ത്രീയുടെ ശക്തി. ഈ ശക്തി പ്രസവിച്ച സ്ത്രീകളിൽ മാത്രമല്ല, ഗർഭപാത്രമുള്ള പെണ്ണായി ജനിച്ച എല്ലാ പെണ്ണിന്റെ അകത്തും ഈ മാതൃത്വം എന്ന് പറയുന്ന ശക്തിയുണ്ട് എന്നും anti-CAA മൂവ്മെന്റ് തുടങ്ങിയ കാലത്ത് ജാമിയ മില്ലിയ ഇസ്ലാമിയയിലെ പെൺകുട്ടികൾ അവരുടെ സഹോദരന്മാർ പോലീസ് ഭീകരന്മാരുടെ ലാത്തിയടിയേറ്റ് പീഡനമേൽക്കുന്ന സന്ദർഭത്തിൽ അവരെ സംരക്ഷിച്ചപ്പോൾ അവരിൽ ഉണ്ടായിരുന്ന ആ വികാരവും, അവരിൽ ഉണർന്ന ആ വികാരവും ആ ഒരു പെൺസിംഹത്തിന്റെ ആ ഒരു മാതൃത്വത്തിന്റെ വികാരമായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. നാം മനസ്സിലാക്കേണ്ടത്
A woman is not created to do everything that a man is doing. ഒരു പെണ്ണിനെ അള്ളാഹു സൃഷ്ടിച്ചത് ആണ് ചെയ്യുന്ന എല്ലാ പണിയും എടുക്കാൻ വേണ്ടിയിട്ടില്ല, മറിച്ച് whatever even men cannot do, പുരുഷന് ചെയ്യാൻ കഴിയാത്ത പണി പോലും ഒരുപാട് കാര്യങ്ങളുണ്ട് ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതായി അള്ളാഹു അവളിൽ സൃഷ്ടിച്ച ആ ശക്തി. ഈ ശക്തിയെയാണ് ഗേൾസ് എന്ന് പറയുന്ന ജിയുടെ ആ ലോഗോ പ്രതിനിധീകരിക്കുന്നത് എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. രണ്ടാമതായി ഇസ്ലാമിക്, അതിലൊരു തീപന്തത്തിൻ്റെതായ ഒരു ചിഹ്നമാണ് നമ്മൾ കാണുന്നത്. അത് നൂറാണ്. നൂറുൻ അലാ നൂർ, വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും നാം നേടിയെടുക്കുന്ന, നമ്മിൽ ചൊരിയപ്പെടുന്ന ആ പ്രകാശമില്ലാതെ മറ്റെന്ത് പ്രകാശം തേടിപ്പോയിട്ടും മറ്റെന്ത് അറിവ് നാം നേടിപ്പോയിട്ടും നഷ്ടപ്പെട്ട റഡാറ് നഷ്ടപ്പെട്ട വിമാനത്തെ പോലെ, കൺട്രോള് നഷ്ടപ്പെട്ട ഒരു പട്ടത്തെ പോലെ നാം എങ്ങുമല്ലാതായിത്തീരും എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. ഇസ്ലാം തന്നെയാണ് നമ്മുടെ അറിവിന്റെ ഉറവിടം. എന്ന് പറയുമ്പോൾ അത് ദീനുൽ ഇസ്ലാമിന്റെ പഠനം, അതോടൊപ്പം അതിന്റെ വിശദാംശമായിക്കൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ വിശദാംശമായിക്കൊണ്ടാണ് നാം മറ്റ് വൈജ്ഞാനിക ശാഖകളിലൂടെ പഠനങ്ങൾ നടത്തുന്നത്, ഗവേഷണങ്ങൾ നടത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ജോഗ്രഫി ആവട്ടെ, ഫിസിക്സ് ആവട്ടെ, ആസ്ട്രോണമി ആവട്ടെ, വിശുദ്ധ ഖുർആനിൽ ബേസ് ഇല്ലാത്ത ഒരു വിജ്ഞാന ശാഖയും ഇല്ല എന്ന് നാം മനസ്സിലാക്കുകയും അത് ആർജിച്ചെടുക്കുന്നതിൽ പെണ്ണിന് യാതൊരു നിയന്ത്രണവും അള്ളാഹുവിന്റെ റസൂൽ നിർണയിച്ചിട്ടില്ല എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രത്തോളം വിജ്ഞാനം ആർജിച്ചെടുക്കുവാൻ കഴിയുമോ അത്രയും നാം ആർജിച്ചെടുക്കേണ്ടതുണ്ട്. അത് മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം, അത് ജീവിതത്തിൽ പകർത്താനുള്ളതാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമതായി ഓ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ. ഈ ഓക്കകത്തൊരു കോമ്പസിന്റെ ഒരു ചിഹ്നം നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ പെൺകൂട്ടത്തിന് ദിശാബോധം നൽകുന്ന, ലക്ഷ്യബോധം നൽകുന്ന, ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ നൽകുന്ന ഒരു സംഗതിയാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള അനിയന്ത്രിതമായിട്ടുള്ള സർവതന്ത്ര സ്വതന്ത്രകൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യം, അത് നിങ്ങൾ തേടുവാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരിക്കലും നിങ്ങൾക്ക് കിട്ടുകയില്ല എന്നും, നമ്മുടെ യഥാർത്ഥ ലിബറേഷൻ, നമ്മുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം നിലകൊള്ളുന്നത് ദീനിന്റെ അടിത്തറയിലാണ്. ആ അള്ളാഹു നിർണയിച്ചിട്ടുള്ള ഹുദൂദുകൾ എന്തൊക്കെയാണോ, ആ പരിധികൾ എന്തൊക്കെയാണോ, ആ ഫ്രെയിം എന്താണോ അത് പാലിച്ചുകൊണ്ട് അതിലാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ, അതിലാണ് നമ്മുടെ പ്രോഗ്രസ്, അതിലാണ് നമ്മുടെ ഭാവി, അതിലാണ് നമ്മുടെ സ്വർഗം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പെൺകുട്ടികളോട് എനിക്ക് പറയുവാനുള്ളത്. ഞങ്ങളുടെ കാലത്തും ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അന്നത്തെ ഒരു സൗകര്യം എന്തായിരുന്നു എന്ന് എന്നാൽ അന്ന് ഞങ്ങൾക്ക് ശത്രു ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. ഇവർ ഇസ്ലാമിനെതിരിലാണ് സംസാരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇന്ന് അവസ്ഥ മാറി. പലതും ഇസ്ലാമിന്റെ പേരിൽ തന്നെയാണ് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. ഇവിടെയാണ് ആഴത്തിലുള്ള പഠനവും ആഴത്തിലുള്ള തിരിച്ചറിവും ശരിയായ ദിശാബോധവും നമുക്ക് ആവശ്യമായി വരുന്നത്. ഇന്ന് ലോകം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നറേറ്റീവ്സ് പറഞ്ഞു തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാം സ്ത്രീക്ക് ഇന്ന സ്വാതന്ത്ര്യം കൊടുക്കണം. നമ്മളും സംസാരിക്കാറ് അങ്ങനെയാണ്. ഇസ്ലാം സ്ത്രീക്ക് ഈ സ്വാതന്ത്ര്യം കൊടുത്തു, ആ സ്വാതന്ത്ര്യം കൊടുത്തു, ഇസ്ലാമിൽ സ്ത്രീക്ക് ഇന്ന സ്വാതന്ത്ര്യമുണ്ട് എന്ന്. പക്ഷേ ഇസ്ലാമിൽ സ്ത്രീക്ക് പലതും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ളതോടൊപ്പം തന്നെ ഇസ്ലാമിൽ സ്ത്രീക്ക് പലതും ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതൊരു സ്വാതന്ത്ര്യമാണ്. ഞാൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. വളരെ തണുപ്പാണ് ഇപ്പോൾ തന്നെ അവിടെ. മർക്കസിലുള്ള എല്ലാവരും, നമ്മുടെ അഖിലേന്ത്യാ നേതാക്കൾ എല്ലാവർക്കും ചുമയാണ്, ത്രോട്ട് ഇൻഫെക്ഷനാണ്. കാരണം രാവിലെ പള്ളിയിൽ പോകണം ഈ തണുപ്പത്ത് അവർക്ക്.
പക്ഷെ എന്നെ അത്ര തന്നെ ബാധിച്ചിട്ടില്ല. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു, അള്ളാഹു എത്ര വലിയ കാരുണ്യമാണ് നമ്മളോട് ചെയ്തിട്ടുള്ളത്. നമുക്ക് പള്ളിയിൽ പോകാതിരിക്കാൻ, ഈ തണുപ്പത്ത് ഈ മഞ്ഞിൽ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാതിരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം അള്ളാഹു നമുക്ക് നൽകിയല്ലോ. അതവൻ്റെ കാരുണ്യമാണല്ലോ. ജോലി ചെയ്യാൻ, കരിയറിൽ ഏത് തലത്തിലും ഏത് ഉന്നതിയിലും എത്തുവാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം സ്ത്രീക്ക് നൽകിയിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് സഹാബി വനിതകളുടെ. എന്നാൽ ജോലി ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇസ്ലാം സ്ത്രീക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ 84 എൻ്റെ കരിയർ ആരംഭിക്കുന്നത് ചേന്നമംഗലൂർ ഇസ്ലാഹിയ കോളേജിലെ ലെക്ചറർ ആയിക്കൊണ്ടാണ്. എൻ്റെ ഒരുപാട് വിദ്യാർത്ഥിനികൾ ഇവിടെ ഉണ്ട്. 3 മക്കളായപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഞാൻ എന്തിനിങ്ങനെ കഷ്ടപ്പെടണം? എനിക്ക് അല്ലാഹു നൽകിയ സ്വാതന്ത്ര്യമുണ്ടല്ലോ, പണിയെടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം, കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കില്ലല്ലോ. ഞാൻ എൻ്റെ മക്കളെ നോക്കി കുറച്ച് ദിവസം അങ്ങനെ സുഖിച്ച് ആ ഒരു മാതൃത്വമൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. ഒരു ബ്രേക്ക് എടുത്തു ഞാൻ. ഈ സ്വാതന്ത്ര്യം, ജോലി ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീക്ക് ഇസ്ലാം നൽകിയതാണ്, അള്ളാഹു നൽകിയതാണ്. അതൊരു ആവശ്യമാണ് ചില ഘട്ടങ്ങളിൽ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ കൂലങ്കുശമായി പരിശോധിച്ചാൽ സ്വത്തവകാശത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട്. മുസ്ലിം സ്ത്രീക്ക് പിതാവിൽ നിന്ന് മാത്രം സ്വത്ത് കിട്ടിയാൽ പോരല്ലോ, ഭർത്താവിൽ നിന്ന് കിട്ടണം, മകനിൽ നിന്ന് കിട്ടണം, സഹോദരനിൽ നിന്ന് കിട്ടണം. എന്നിട്ടോ അത് നമ്മൾ പോക്കറ്റിലിട്ട് നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ ചെലവഴിക്കും. എനിക്കിന്ന് 3 നേരം ഭക്ഷണം വേണം, കൊണ്ടുവാ. ആരാണോ എൻ്റെ രക്ഷിതാവ്, അത് ഭർത്താവട്ടെ, പിതാവട്ടെ, സഹോദരനാവട്ടെ, അത് നിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ചങ്കൂറ്റത്തോടെ പറയുവാനുള്ള സ്വാതന്ത്ര്യം മുസ്ലിം സ്ത്രീക്കുണ്ട് എന്നത് ഈ ലോകത്തോട് വിളിച്ചു പറയുവാനുള്ള ചങ്കൂറ്റം അത് നേടിത്തന്നത്, എനിക്ക് നേടിത്തന്നത് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷനാണ്. മോഡേണൈസേഷൻ പറഞ്ഞുകൊണ്ടാണ് പലരും നമ്മളുടെ അടുത്തേക്ക് വരിക. കഴിഞ്ഞ ദിവസം വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ ഒരു ഡെലിഗേഷൻ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുമായി സംവദിക്കാൻ വേണ്ടി പാർലമെന്റ് ഹൗസിൽ പോയിരുന്നു. അക്കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. കുറച്ച് ചർച്ചകൾക്ക് ശേഷം ഞാനും കൂടി ആ കൂട്ടത്തിൽ ഉള്ളത് കൊണ്ടായിരിക്കാം, ആ കൂട്ടത്തിലുള്ള ആ പാർലമെന്റ് കമ്മിറ്റി അംഗങ്ങളിൽ ഒരാൾ പറഞ്ഞു, ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഇസ്ലാമിന്റെ എതിരിലൊന്നും ചെയ്യാനല്ല, ബട്ട് വി വാണ്ട് ടു മോഡേണൈസ് ഇറ്റ്. ഞങ്ങൾ വഖഫ് ബോർഡിനെ മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഈ മോഡേണൈസ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഒരു പ്രശ്നമല്ലേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? ഞങ്ങൾക്കല്ല, പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സനാതന ധർമ്മത്തെക്കുറിച്ചും ഇന്ത്യയുടെ ട്രഡീഷനെ കുറിച്ചും കൾച്ചറിനെ കുറിച്ചും മാത്രം സംസാരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മോഡേണൈസേഷൻ ഒരു പ്രശ്നമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നോ, അല്ല, ഞങ്ങൾ മോഡേണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതങ്ങോട്ട് ഡിജിറ്റലൈസ് ചെയ്യേണ്ടതുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, നിലവിലുള്ള നിയമവും ഡിജിറ്റലൈസ് ചെയ്യാമല്ലോ, അതിന് ആരാ തടസ്സം? എവിടെയാണ് പ്രശ്നം? അപ്പൊ ഈ മുസ്ലിം സ്ത്രീയെ കാണുമ്പോൾ സമത്വം, സ്വാതന്ത്ര്യം, മോഡേണൈസേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളുടെ അടുത്തേക്ക് വരുന്നവരോട് നമുക്ക് പറയുവാനുള്ളത്, ഹിജാബ് എന്ന് പറയുന്ന ഈ വസ്ത്രം തരുന്ന ആ ഒരു സ്വാതന്ത്ര്യ ബോധമുണ്ടല്ലോ, ആ ഒരു സുരക്ഷാ ബോധമുണ്ടല്ലോ, ആ ഒരു എന്താ പറയാ മോസ്റ്റ് മോഡേൺ വേ ഓഫ് ലൈഫ് എന്ന ആ ഒരു ബോധമുണ്ടല്ലോ, ഇത് ഞങ്ങൾക്ക് മറ്റൊന്നിനും നൽകാൻ കഴിയുകയില്ല. ഞങ്ങളുടെ അനുഭവമാണ് ഞങ്ങൾ പറയുന്നത്, പ്രാക്ടിക്കലി ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് ഞങ്ങൾ പറയുകയാണ്. എനിക്ക് എൻ്റെ പെൺകുട്ടികളോട്, എൻ്റെ മക്കളോടൊന്നേ പറയാനുള്ളൂ, ഇസ്ലാമോഫോബിയെ വളർത്തുവാൻ വേണ്ടി വരുന്ന നറേറ്റീവുകളിൽ അധികവും മുസ്ലിം സ്ത്രീയാണ് കഥാപാത്രം, നിങ്ങൾക്കറിയാം. അതിനെ പൊളിച്ചെടുക്കാൻ നിങ്ങൾ പൊളിക്കണം എന്നാണ് ഞാൻ പറയുക. നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ പൊളിക്കണം, അതിനെ പൊളിച്ചെടുക്കണം. അതിന് കൂടുതൽ കൂടുതൽ ഗവേഷണങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതുണ്ട്. അതിന് കൂടുതൽ കൂടുതൽ പഠനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്.
നിങ്ങൾ നോക്കൂ, ഏറ്റവും ഉത്തമമായ, ഏറ്റവും നല്ലത് എന്ന് അവർ തന്നെ വിശ്വസിക്കുന്ന സാധനങ്ങളെ എടുത്തിട്ടാണ് അവർ ഡീമണൈസ് ചെയ്യുന്നത്. ഒരു സമുദായത്തെ മൊത്തത്തിൽ മോശക്കാരാണ് എന്ന് ചിത്രീകരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഹലാൽ മീറ്റ്. ആർക്കാ അറിയാത്തത് ഹലാൽ മീറ്റ് നല്ലതല്ല എന്ന്? ലണ്ടനിൽ പോയപ്പോൾ അവിടെ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരു സഹോദരൻ പറഞ്ഞത്, അവിടെയുള്ള ജൂതരും ക്രിസ്ത്യാനികളും മതമില്ലാത്തവരും എല്ലാവരും തന്നെ എത്ര വിലയുണ്ടെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ വന്നാൽ ഹലാൽ മീറ്റിന്റെ പാക്കറ്റാണ് എടുത്തുകൊണ്ട് പോവാറ്. എല്ലാവർക്കും അറിയാം ഇത് നല്ലതാണ് എന്ന്. പക്ഷെ ഈ സമുദായത്തെ ഡീമണൈസ് ചെയ്യണമല്ലോ, പൈശാചികവൽക്കരിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ടുള്ള അടവ് നയങ്ങളാണ് ഇതൊക്കെ എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അത് തന്നെയാണ് ഹിജാബിന്റെ കാര്യത്തിലും. നിങ്ങൾക്ക് വിയർക്കുന്നില്ലേ, നിങ്ങളെ കാണാൻ ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് ആളുകൾ വരുമ്പോൾ അവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം, ഈ വസ്ത്രം നൽകുന്ന സുരക്ഷാബോധം മറ്റൊന്നിനും ഞങ്ങൾക്ക് തരാൻ കഴിയുകയില്ല എന്ന്. ഇസ്ലാം പ്രാധാന്യം നൽകുന്ന, ഊന്നി പറയുന്ന സദാചാര മൂല്യങ്ങളുടെയും അവസ്ഥ അത് തന്നെയാണ്. കുടുംബജീവിതത്തിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യവും. എൻ്റെ ചെറുപ്പക്കാരായ പെൺകുട്ടികളോട് ഈ സന്ദർഭത്തിൽ ഈ വേദിയിൽ നിന്നുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, കരിയറും പഠനവും ഒന്നും കുടുംബജീവിതത്തിന് ഒരു തടസ്സമാകരുത്. ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മക്കളെ കൂടെ കൊണ്ട് നടന്നുകൊണ്ട് തന്നെ എൻ്റെ GIOയുടെ പ്രവർത്തകർ പ്രകടനത്തിലും സ്റ്റേജിലും ഒക്കെ പങ്കെടുക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. അത് ഈ സമൂഹത്തിന് നൽകുന്ന മാതൃക ചെറുതല്ല. കുട്ടികൾ ഒന്നിനും തടസ്സമല്ല, മറിച്ച് അത് നമ്മുടെ ഭാവിയാണ്. അതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് പ്രസവിക്കാൻ കഴിയുമോ അത്രയും നിങ്ങൾ പ്രസവിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. എത്രത്തോളം പഠിക്കാൻ കഴിയുമോ അത്രയും നിങ്ങൾ പഠിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. എത്ര നേരത്തെ വിവാഹം കഴിക്കാൻ സാധിക്കുമോ അത്രയും നേരത്തെ വിവാഹം കഴിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഇതിനെയൊക്കെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട്, പൈശാചികവൽക്കരിച്ചുകൊണ്ട് പുതിയ പുതിയ നെറേറ്റീവുകളുമായിട്ട് ആളുകൾ രംഗത്ത് വരുമ്പോൾ അത്തരം സമൂഹങ്ങളുടെ, രാജ്യങ്ങളുടെ പതനത്തെക്കുറിച്ചുള്ള കഥകൾ, ചരിത്രങ്ങൾ, ചൈനയാവട്ടെ ജപ്പാനാവട്ടെ ലോകരാഷ്ട്രങ്ങളുടെ പതനങ്ങളെക്കുറിച്ചുള്ള സംഭവങ്ങൾ നിങ്ങൾ ആഴത്തിൽ പഠിക്കുകയും അത് മാതൃകയാക്കുകയും സ്വയം അത് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പ്രയോജനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും മറ്റുള്ളവരെ അത് പഠിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു മുസ്ലിം പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് എളുപ്പത്തിൽ പ്രസിദ്ധി കിട്ടണമെങ്കിൽ, എളുപ്പത്തിൽ വിസിബിലിറ്റി കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ചില സ്റ്റേജുകളിൽ, പ്രൈം ടൈം ഡിബേറ്റുകളിലൊക്കെ വിളിക്കണമെങ്കിൽ ഒരു എളുപ്പ പരിപാടി ഉണ്ടെന്ന് നമ്മുടെ സമൂഹത്തിൽ. എന്താണത്? തട്ടം വലിച്ചെറിയുക, ഇസ്ലാമിനെ തള്ളിപ്പറയുക, നമ്മുടെ പണ്ഡിതന്മാരെ കുറിച്ച് 4 ചീത്ത പറയുക, തെറി വിളിക്കുക. ഇങ്ങനെ ചെയ്താൽ എളുപ്പത്തിൽ പബ്ലിസിറ്റി കിട്ടും, എളുപ്പത്തിൽ ഇടം കിട്ടും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ 40 വർഷത്തെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുന്നു, അങ്ങനെ ഇടം തേടിപ്പോയവർ, അങ്ങനെ പബ്ലിസിറ്റി തേടിപ്പോയവരെല്ലാം തന്നെ പിന്നീട് ഒരുപാട് ഖേദിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഖേദം നിങ്ങൾക്കാർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമയം അവസാനിച്ചിരിക്കുന്നു എന്നതിനാൽ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഉറുദു കവി പറഞ്ഞതുപോലെ, മൻസിൽ സെ ആകെ പഠക്കർ മൻസിൽ തലാഷ് കർ, മിൽ ജായേ തുജ്കോ ദരിയാത്തോ സമുദ്ര തലാഷ് കർ. ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക്, പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക്, ഒരു ലക്ഷ്യത്തിൽ നിന്ന് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് കുതിക്കുക. ആകാശം, ദ സ്കൈ ഇസ് നോട്ട് ദ ലിമിറ്റ്. തഖ്വയോടെയും സബറോടെയും മുന്നേറുക. ഇസ്ലാമിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് വിമോചകരായി, അധസ്ഥിതരായ, സമൂഹത്തിലെ പ്രയാസമനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്കും, സകല ചരാചരങ്ങൾക്കും വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞ ആ റഹ്മത്തുൽ ലിൽ ആലമീൻ ആയിക്കൊണ്ട് എല്ലാവർക്കും വേണ്ടി പണിയെടുക്കുവാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.